ഗൈസ്, അപ്പം നമ്മളിന്നുള്ളത് മംഗളവനം പക്ഷി സങ്കേതത്തിലാണ്. അപ്പം നമുക്ക് പേര് തന്നെ ഉണ്ട്, ഒരു പക്ഷി സങ്കേതം തന്നെയാണെന്നുള്ളത് നമുക്കൊരു പേര് തന്നെയുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിതൊരു പക്ഷി സങ്കേതമാണോ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിന്ന് മംഗളവനം പക്ഷി സങ്കേതത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ തന്നെ വരുമ്പോൾ വലിയൊരു ആർച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് ടിക്കറ്റിനുള്ള കൗണ്ടർ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 10 രൂപയാണ് ഒരാൾക്ക്. 13 വയസ്സ് എബോവുള്ള ഒരാൾക്ക് 10 രൂപയാണ്. എന്നാൽ 13 വയസ്സ് ബിലോ താഴെയുള്ളവർക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട, ഫ്രീ ആയിട്ട് കയറ്റി അങ്ങോട്ട് വിടും. മാത്രമല്ല സ്കൂൾ സ്റ്റുഡൻസിനൊക്കെ നല്ല ഓഫറാണ്, 5 രൂപയേ ഉള്ളൂ. ക്യാമറ എടുക്കുന്നവർക്ക് 250 രൂപയും നമ്മുടെ ആൽബം എടുക്കുന്നവർക്ക് 1000 രൂപയാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. നമ്മൾ കയറുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ കുറേ പക്ഷികളുടെയൊക്കെ ഫോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ബേഡ്സ് ഓഫ് മംഗളവനം എന്നാണ് കൊടുത്തിരിക്കുന്നത്. മിക്കവാറും ഇവിടുത്തെ അന്തേവാസികളാകാനാണ് ചാൻസ്. അപ്പോൾ എന്തായാലും അന്തേവാസികളൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ സംഭവം അത് കാണാൻ പറ്റുമല്ലോ എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും 24 ടൈപ്പ് അന്തേവാസികൾ അവിടെ ഉണ്ടെന്നാണ് അവരുടെ ബോർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ അന്തേവാസികളുടെ പേരൊക്കെ ഒന്ന് വായിച്ച് നേരെ മുന്നോട്ട് പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, നമ്മുടെ ഒരു ബുദ്ധനുണ്ട്. പീപ്പൽ മരത്തിൻ്റെ ചുവട്ടിലിരുന്നാണ് ബുദ്ധന് ജ്ഞാനോദയം ഉണ്ടായെന്നൊക്കെയാണ് പറയുന്നത്. ആര് പറഞ്ഞെന്ന് എനിക്കറിയില്ല. സംഭവമായിട്ടൊരു ഫലകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ബുദ്ധൻ്റെ അടിയിൽ. അപ്പം നമ്മളും മരങ്ങൾ നടും, നമുക്ക് ജ്ഞാനോദയം ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതായിരിക്കും പീപ്പൽ മരം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് പീപ്പൽ മരം കാണുന്നത്, ആണെങ്കിൽ തന്നെയും. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് എഴുതി വെച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു, പീപ്പൽ മരം ആയിരുന്നെങ്കിൽ. എന്തായാലും ബുദ്ധൻ്റെ പ്രതിമ എന്തായാലും നല്ലൊരു സെറ്റപ്പ് തന്നെയാണ്. ഈ ഒരു 2.74 ഹെക്ടറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കാടിനുള്ളിൽ ഒരു ബുദ്ധൻ്റെ പ്രതിമ വെച്ചത് നല്ലൊരു പീസ്ഫുൾ മൈൻഡ് തന്നെയാണ്. അപ്പം നമുക്ക് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ സൈഡിലെല്ലാം ചെറിയ ചെറിയ തൈകൾ, ചെടികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. 2.74 ഹെക്ടർ പരന്ന് കിടക്കുന്ന ഇതിൽ മുഴുവൻ കാടാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം പോകും തോറും പലതരം മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ, ഇത്രയും കാടാണെങ്കിൽ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഇവിടെ മറ്റേ ചെറിയ പുല്ലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരുപാട് കാട് പിടിച്ച പോലെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. എന്നാൽ മരങ്ങളുണ്ടാകാനും നല്ലൊരു ശുദ്ധവായു കിട്ടുന്ന ഒരു പ്ലേസ് കൂടി ആയിരിക്കും ഈ എറണാകുളത്ത് ഈ മംഗളവനം പക്ഷി സങ്കേതം എന്ന് ഉള്ളത് പറയാതിരിക്കാൻ വയ്യ. അപ്പം നമ്മൾ ഈ കാണുന്നതാണ് അവിടുത്തെ ഒരു ഏറുമാടം. അതിൻ്റെ ടോപ്പിലൊരു ചെറിയ മഴയിലേക്ക് നനയാതിരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. കാര്യം ഇത് കയറുമ്പോൾ തന്നെ, കഴിഞ്ഞ വർഷം കയറുമ്പോൾ ഒരു പാതി കയറിയപ്പോൾ തന്നെ ഈ സംഭവം ഇരുന്ന് കുലുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും അതിൻ്റെ മേളിലോട്ട് കയറാൻ പറ്റത്തില്ല, കാരണം അത് നോ എൻട്രി ആക്കി വെച്ചിട്ടുണ്ട്. കാരണം മൊത്തം പോയിരിക്കുകയാണ്. പിന്നെ നമ്മൾ കുറച്ചുകൂടെയൊക്കെ കാണാൻ വേണ്ടി നമ്മൾ നേരെ ഉള്ളിലോട്ടൊക്കെ അങ്ങോട്ട് വിട്ട് കണ്ട ഇടവഴികളെല്ലാം നമ്മൾ കയറി പിടിച്ച് കാണുമ്പോൾ നമ്മൾ പോകുന്തോറും നമുക്ക് കാണാൻ സാധിക്കും ഒരുപാട് കണ്ടൽക്കാടുകളും ചെറിയ വെള്ളക്കെട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പം നമുക്ക് കുറേ പക്ഷികളെയൊക്കെ കാണണമെന്നുണ്ടായിരുന്നു, സംഭവം ഒന്നും കാണാൻ പറ്റിയില്ല. മാത്രമല്ല അവിടെ ഒരുപാട് കണ്ടൽക്കാടുകളുണ്ട്. കണ്ടൽക്കാടുകൾ എന്ന് പറഞ്ഞാൽ പല ടൈപ്പ് കണ്ടൽക്കാടുകളുണ്ടെന്നാണ് അവിടുത്തെ ഫ്ലെക്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉപ്പട്ടി, പ്രാന്തൻ കണ്ടാൽ, കുറ്റി കണ്ടാൽ, ചുള്ളിക്കണ്ടാൽ, പൂക്കണ്ടാൽ, വേനൽ കണ്ടാൽ, എന്തായാലും ഒരുമാതിരി ടൈപ്പ്, ഒരുപാട് ടൈപ്പ് കണ്ടാൽ അവിടുത്തെ ഫ്ലെക്സിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ കുറച്ചുകൂടെ പോകുമ്പോൾ കുറേ രീതിക്ക് സിമെൻറ്റ് കട്ടയിൽ ചെറിയ ചെറിയ കൗതുകമായിട്ടുള്ള പ്രതിമകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മാത്രമല്ല കുറച്ചുകൂടെ നമ്മൾ ഉള്ളിലോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ച് പക്ഷികളൊക്കെ കാണണമെന്ന് വിചാരിച്ചു. എന്തായാലും പക്ഷികളൊന്നും കാണാൻ പറ്റില്ല. അവിടുത്തെ ഫ്ലെക്സുകളിൽ മാത്രം കണ്ട 24 ടൈപ്പ് പക്ഷികളുണ്ട്. അപ്പോൾ ആ 24 ടൈപ്പ് പക്ഷികൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ കരിങ്കുയിൽ, ചെമ്പോത്ത്, കൃഷ്ണപ്പരുന്ത്, കുളക്കോഴി, കുളക്കൊക്ക്, ചിന്നിക്കുട്ടുറുവാൻ, ചെറിയ നീർക്കാക്ക, വെള്ള അരിവാൾ കൊക്കൻ, കാടുമുഴക്കി, നാട്ടുമൈന, ചായമുണ്ടി, പെരുമുണ്ടി, ചെന്തലയൻ കാട്ടുപുള്ള്, മൂങ്ങ, മരംകുത്തി, ചാരമുണ്ടി, ചെറുമുണ്ടി, പാതിരാക്കൊക്ക്, ഓലഞ്ഞാലി, നാട്ടുബുൾബുൾ, ഇത്തിക്കണ്ണിക്കുരുവി, കറുപ്പൻ തേൻകിളി, മണ്ണാത്തിപ്പുള്ള്, ചേരക്കോഴി, ഇങ്ങനെ 24 തരം പക്ഷികൾ അവിടെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ നമ്മളാകപ്പാടെ കണ്ട തലകീഴായിട്ട് നിൽക്കുന്ന നമ്മുടെ വവ്വാലിനെ മാത്രമാണ്. വവ്വാലിനെ ഒരു സസ്തിനിയാണ് സംഭവം, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഏതാണ്ട് കണ്ടിട്ടുണ്ട്. ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ്. നമുക്ക് നല്ല ശുദ്ധവായുവിന് വേണമെങ്കിൽ അങ്ങോട്ട് പോകാം. പക്ഷികളെ ഒന്നും കാണാൻ പറ്റത്തില്ല. ആകപ്പാടെ ഞാൻ കണ്ട ഒരു ബുക്കിനെയും നമ്മുടെ സസ്തിനിയായിട്ടുള്ള മറ്റേ നമ്മുടെ വവ്വാലിനെ മാത്രമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് മണി അടിക്കുക, സപ്പോർട്ട് ചെയ്യുക.